ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഇന്ന് രതിക ചേച്ചിയുടെ കൃഷ്ണാനുഭവമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കേട്ടു നോക്കിയാലോ? കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഈ ചാനലിൽ ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം. അത് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാനത് എനിക്ക് അറിയണവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. പബ്ലിക്കിൽ വന്ന് പറയാനൊരു സന്തോഷം. 2021 അപ്പോൾ ഒന്ന് കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന കാലം. അപ്പോഴും കുറച്ച് സ്ട്രിക്റ്റൊക്കെ ഉണ്ട്, നമ്മൾ മാസ്കൊക്കെ ധരിക്കുന്നുണ്ട് ആ കാലത്ത്. അപ്പോൾ അന്ന് അന്ന് പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്, ജോലിയൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഞാനൊരു പണിക്കരെ പോയി കണ്ടു. അപ്പോൾ 1-2 അമ്പലങ്ങൾക്ക് വഴിപാടുണ്ടായിരുന്നു. ഗുരുവായൂരുണ്ടായിരുന്നു വഴിപാട്. ഗുരുവായൂർ ഏതൊക്കെ വഴിപാടെന്ന് ഇപ്പം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഒരു വഴിപാടുണ്ടായിരുന്നു, മഞ്ചാടിക്കുരു പട്ടിൽ കിഴി കെട്ടിയിട്ട് ഉള്ളിൽ നടക്കി വയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പം ഞാനും മോനും കൂടി ഒരു ദിവസം ഗുരുവായൂരമ്പലത്തിൽ പോയി മഞ്ചാടിക്കുരു വാങ്ങി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചത് പട്ട് വാങ്ങിയിട്ടില്ല. അപ്പോൾ മോനോട് നിൽക്ക്, വരി നീങ്ങണമെങ്കിൽ മോൻ ഇറങ്ങി നിന്നോ, അമ്മ വന്നിട്ട് നമുക്ക് പിന്നെയും ബാക്കിൽ വരി നിൽക്കാമല്ലോ എന്ന് പറഞ്ഞു. അതനുസരിച്ചിട്ട് ഞാൻ ഓടിപ്പോയി പട്ട് മേടിച്ച് വരുമ്പോൾ വരി നീങ്ങിയിട്ടില്ല. അപ്പം നിൽക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് മുന്നിലും പിന്നിലുള്ളൊരു കയ്യിലൊക്കെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിലൊരു അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ കയ്യിൽ ഇത് പേപ്പർ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇപ്പോൾ ഒക്കെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമല്ലോ, അപ്പോൾ അക്ഷയയിൽ നിന്ന് കിട്ടണ പേപ്പർ ഇടുന്നു പറഞ്ഞു. അയ്യോ ഭഗവാനെ, നമ്മളിത് അറിഞ്ഞിട്ടുമില്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള പേപ്പറും ഇല്ല കയ്യിൽ, പിന്നെ എങ്ങനെ കയറും? മോൻ പറഞ്ഞു, അമ്മ നമുക്ക് പുറത്തുനിന്ന് തൊട്ട് പോവാം, പിന്നീട് ഒരു ദിവസം ബുക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇത്ര നേരം എന്തെല്ലാം ഇവിടെ നിൽക്ക്, ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കുന്നു, എനിക്കൊരു വിശ്വാസം പോലെ. അപ്പോൾ അവൻ കുറച്ച് നീങ്ങി നടന്നു കഴിഞ്ഞ് വീണ്ടും അവൻ പറയണ്ട, അമ്മ വെറുതെ അവിടെ നിന്ന് നിൽക്കണ്ട, നമ്മൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക്, ഭഗവാൻ വിചാരിച്ച് നമ്മളെ കയറ്റുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഉള്ളിൽ കയറാൻ വേണ്ടി നിൽക്കില്ല, ഗ്രില്ലിട്ട ഭാഗത്ത് അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അങ്ങോട്ട് എന്തായാലും ചെക്ക് ചെയ്യും. അപ്പം നമുക്ക് അവരോട് പറയാം, ഞങ്ങൾ കുറേ നേരം നിൽക്കണു, അറിഞ്ഞില്ല, അങ്ങനെ ബുക്കിങ്ങിൻ്റെ കാര്യം അറിഞ്ഞില്ല, അങ്ങനെയും കയറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് കയറാൻ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളുടെ മുന്നിൽ 3 ഭക്തന്മാരാണ്, ആണുങ്ങളാണ്. അവർ പേപ്പർ കൊടുത്തപ്പോൾ 5 ആൾ കയറുമെന്ന് പറഞ്ഞു. 5 ആൾ കയറുമെന്ന് പറയുമ്പോൾ ഈ 3 ആളുള്ള ഫ്രണ്ടിൽ, ഞങ്ങൾ 2 ആളെ ബാക്കിൽ. മോൻ കയറുന്നില്ല. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. വീണ്ടും സെക്യൂരിറ്റി കയറും 5 ആൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോൻ്റെ കൈ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി, വരി നിൽക്കാനുള്ള ഭാഗത്ത് കയറി. കയറിയപ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് നോക്കാണ്ട് നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്തിരിഞ്ഞ് നോക്കി. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ 2 ആൾ ഇനി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ, ഇനി അവിടെ വല്ല സെക്യൂരിറ്റി അടുത്ത് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുക. അവിടെ ഒരു പ്രശ്നങ്ങളില്ല, അയാൾ സാധാരണ പോലെ ആൾക്കാർ കടത്തി വിടുന്നുണ്ട്. ഫ്രണ്ടിലുള്ള 3 ആൾക്കാർ ഞാൻ നോക്കിയേ ഇല്ല. ഞങ്ങൾ നടന്ന് അവിടെ സീറ്റുകളുണ്ടല്ലോ ഇരിക്കുക, അവിടെ ഇരുന്നു. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, മോനെ എന്താ അത്ഭുതം, ഈ 2 ആൾ എവിടെ പോയി? ഇവരെ ബാക്കിലുള്ളവർ കണ്ട, ഭഗവാന്റെ അത്ഭുതം കണ്ട, ഭഗവാൻ വിചാരിച്ചാൽ നമ്മളെ കയറ്റിയിരിക്കും കണ്ട. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ തൊഴുതു, മഞ്ചാടിക്കുരൊക്കെ വെച്ച് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ജോലി കിട്ടി, ഇപ്പോൾ കുഴപ്പമില്ല. ഇനി എനിക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പാടിലാണ്, കുറച്ച് നല്ല ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ തീർക്കാൻ ഭഗവാൻ എനിക്കിങ്ങനെ അനുഭവങ്ങൾ തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ വീണ്ടും ഇത് പറയാൻ വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കേട്ടല്ലോ കൃഷ്ണാനുഭവം. നിഷ്കളങ്കരായ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ പരീക്ഷണങ്ങൾക്കൊടുവിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരവും ഉണ്ടായിരിക്കും. ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. എത്ര അനുഭവങ്ങളാണ് ഭഗവാനെക്കുറിച്ചുള്ളത്! ഒരു അക്ഷയപാത്രം പോലെ നിറഞ്ഞു കവിയുകയാണ്. ഒരുപാട് പേർക്ക് ഭഗവാനിലുള്ള വിശ്വാസങ്ങൾ ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലും ഭക്തിയുടെ വെളിച്ചം നിറഞ്ഞിരിക്കേണ്ടതാണ്. മുന്നോട്ട് പോകുമ്പോൾ ഉള്ള വഴിയിലെ പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്യാൻ ആ ഭക്തി ഉപകാരപ്പെടും എന്നുള്ളതാണ്.
എല്ലാവരെയും ഭഗവാൻ കാക്കട്ടെ. നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്കിതുപോലെ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും അറിയിക്കാവുന്നതാണ്. അത്തരം അനുഭവങ്ങൾ കേട്ട് മറ്റുള്ളവരുടെ ഉള്ളിലും ഭക്തിയുടെ വെളിച്ചം നിറയട്ടെ. നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് കേട്ടോ. ഭക്തി മറ്റുള്ള ആളുകൾക്കിടയിലേക്ക് വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഭഗവാനിലേക്ക് അടുക്കുന്നതിൻ്റെ വലിയ സൂചനയാണ്. തീർച്ചയായിട്ടും ഇനിയും അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. ചേച്ചിക്ക് ഇനിയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.